ആ കീച്ചമ്പറമ്പിൽ നിത്യ സന്ദർശകനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്ന് പറഞ്ഞ പത്മകുമാറിന്റെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു മാത്രമല്ല പല ദിവസങ്ങളും അവിടെ താമസിച്ച് ഈ കൊട്ടേഷൻ പരിപാടികൾ പ്ലാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ പത്മകുമാറിന്റെ വീട്ടിൽ ഈ കൊട്ടേഷൻ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് അവിടുത്തെ നിലവറയിൽ സ്വർണമുണ്ടോ, അവിടുത്തെ നിലവറയിൽ പ്രമാണങ്ങളുണ്ടോ, അവിടെ നിലവറയുണ്ട് എന്നാണ് അറിയുന്നത്. അത് SIT പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിനകത്താകുമ്പോൾ അണ്ടർഗ്രൗണ്ടിലും പിന്നെ പല അലമാരയ്ക്കകത്തുകൂടെയും അല്ലെങ്കിൽ ബാത്റൂമിനകത്തുകൂടെയും ബാത്റൂമിനുള്ള വ്യാജേന കെട്ടിവെച്ചിരിക്കുന്ന പുറത്ത് കാണുമ്പോൾ നമുക്ക് ബാത്റൂം എന്ന് തോന്നുന്നു, പക്ഷെ അകത്ത് നിലവറയിലേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെയൊക്കെ വീടുകൾ ആളുകൾ പണിത് വെക്കാറുണ്ട്. പിന്നെ താഴത്തെ സെല്ലാർ പണിത് വെക്കും. കാരണം ഇതൊക്കെ കള്ളപ്പണവും ഇതുപോലത്തെ സ്വർണ്ണമൊക്കെ രേഖകളൊക്കെ സൂക്ഷിക്കുന്നത് രഹസ്യമായിട്ടായിരിക്കും, ബാങ്കിലൊന്നും കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ലോക്കറിലെ കൊണ്ട് വെക്കണമെങ്കിൽ അതിന് ഡോക്യുമെന്റ് ആയി പോകും, അല്ലാതെ കൊണ്ട് വെക്കും. അപ്പോൾ നിലവറയിൽ കീച്ചാമ്പറമ്പിലെ വീട്ടിനകത്തുള്ള നിലവറയിൽ ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് SITയുടെ അടുത്ത നിഗമനം. എങ്ങനെയാണ് പത്മകുമാർ ഈ തരത്തിലേക്കൊക്കെ വളർന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി കേവലം ഒരു ബിനാമി മാത്രമാണ്. കാരണം ശബരിമലയിൽ നിന്ന് ഒരു പ്രാവശ്യം ഇറക്കി വിട്ട ആളാണ് ഈ പരികർമ്മി. ഇതിന്റെ ഘടന, ഹൈറാർക്കൽ ഘടന നിങ്ങൾ മനസ്സിലാക്കുക. മേൽശാന്തി ഏറ്റവും മുതിർന്ന മീൻസ് പ്രായം കൊണ്ടല്ല, പ്രധാനപ്പെട്ട പോറ്റി മേൽശാന്തി, മേൽശാന്തിയെ സഹായിക്കാൻ കീഴ്ശാന്തി, കീഴ്ശാന്തിയെ സഹായിക്കാൻ കർമ്മികളെ സഹായിക്കാൻ പരികർമ്മികൾ. അപ്പോൾ ഹൈറാർക്കിയിൽ 4ാമത്തെ ആളാണ്. അതിൽ മേൽശാന്തിക്കും കീഴ്ശാന്തിക്കും മാത്രമാണ് ക്ഷേത്രത്തിനകത്ത് കയറാൻ കഴിയുന്നത്.